നമസ്കാരം. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയോടുള്ള ക്രൂരത പുറത്തു വന്നതോടെ 3 ആയമാരാണ് അറസ്റ്റിലായത്. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ചതിനും സംഭവം രഹസ്യമാക്കി വെച്ചതിനുമാണ് സമിതിയിലെ 3 ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തത്. സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചതിന് ഇവർക്കെതിരെ പോക്സോ കേസ് നിയമപ്രകാരമാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് കേസെടുത്തത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണെന്നാണ് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി വാദിക്കുന്നത്. എന്നാൽ ഇതെല്ലാം ഇവിടെ സാധാരണമാണെന്ന് തന്നെ മറ്റ് ആയമാർ പറയുകയും ചെയ്യുന്നു. അതിനിടയിൽ തന്നെ ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞുങ്ങളോട് ആയമാർ ചെയ്യുന്ന ക്രൂരതകൾ വിവരിച്ച് മുൻ ആയ രംഗത്തുമെത്തി. മാതാപിതാക്കൾ ഉപേക്ഷിക്കുകയോ മരണപ്പെടുകയോ ചെയ്തതിനെ തുടർന്ന് അഭയം തേടിയെത്തുന്ന കുഞ്ഞു മക്കളോട് കണ്ണില്ലാത്ത ക്രൂരതയാണ് ചില ആയമാർ ചെയ്യുന്നതെന്നാണ് ഇവർ വെളിപ്പെടുത്തിയത്. 3-4 വയസ്സുകാരായ കുട്ടികളെ വരെ ഇവർ ഇത്തരത്തിൽ അതിക്രമത്തിന് ഇരയാക്കാറുണ്ടത്രേ. പിഞ്ചുകുട്ടികളുടെ ജനനേന്ദ്രിയത്തിലടക്കം ഉപദ്രവിക്കുന്നതായും CCTV നിരീക്ഷണമില്ലാത്ത സ്ഥലങ്ങളിൽ വെച്ച് മർദ്ദിക്കുന്നതായും ഈ ആയമാർ പറയുകയാണ്. ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളെ ആയമാർ സ്ഥിരമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യും. ജനനേന്ദ്രിയത്തിൽ ഉപദ്രവിക്കുന്നത് പതിവ് കാഴ്ചയാണെന്നും പറയുന്നു. കുട്ടികളെ കുളിപ്പിക്കുമ്പോൾ ഉള്ളം കാലിൽ നുള്ളി വേദനിപ്പിക്കും. എപ്പോഴും വയറിളക്കമുള്ള ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയുടെ ജനനേന്ദ്രിയത്തോട് ചേർന്ന് ചീർപ്പ് കൊണ്ട് തുടർച്ചയായി അടിക്കുക വരെ ചെയ്തു. ആ കുഞ്ഞ് തന്നോട് ഇതേക്കുറിച്ച് പരാതി പറഞ്ഞെന്നും ഈ ആയ പറയുകയാണ്. അടികെട്ടിയ ഭാഗത്ത് ചീർപ്പിന്റെ പാട് പതിയുകയും ചെയ്തിരുന്നു. കാഴ്ചയില്ലാത്ത കുട്ടികളെ മാനസികമായി തന്നെ പീഡിപ്പിക്കുന്നു. കുട്ടികളെ അടിച്ചതിന് നടപടി നേരിട്ട് പുറത്തു പോകുന്നവർ അതുപോലെ തന്നെ തിരിച്ചു കയറി വരുന്ന അവസ്ഥ. കുട്ടികളെ ഉപദ്രവിക്കുന്നതിനെ കുറിച്ച് പരാതി പറയുന്ന ആയമാർ ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടെന്നും ഇവർ പറയുന്നു. ഇപ്പോൾ 2 വയസ്സുകാരിയെ ക്രൂരമായി ഉപദ്രവിച്ച സംഭവത്തിൽ പ്രതികളായവർ നേരത്തെയും ഇതേ കുറ്റം ചെയ്തിട്ടുണ്ട്. സംഭവം പുറത്തറിഞ്ഞാൽ താൽക്കാലികമായിട്ട് ഇവരെ പുറത്താക്കും. പിന്നീട് പാർട്ടി വീണ്ടും നിയമനം നൽകുമെന്നാണ് മുൻ ആയ പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു 2.5 വയസ്സുകാരിയെ ഉപദ്രവിച്ച സംഭവം ഉണ്ടായത്. കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് അജിത കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് നഖം കൊണ്ട് മുറിവേൽപ്പിച്ചത്. ശരീരത്തിലെ മുറിവ് ശ്രദ്ധയിൽപ്പെട്ടിട്ടും മറ്റു 2 പേർ മറച്ചുവെച്ചു എന്നുള്ളതാണ് കേസ്. തൊട്ടടുത്ത ദിവസം മറ്റൊരു ആയ കുട്ടിയെ കുളിപ്പിക്കുന്നതിനിടെയാണ് മുറിവ് ശ്രദ്ധയിൽപ്പെട്ടത്. ഇവർ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപിയെ വിവരം അറിയിക്കുകയായിരുന്നു. ഡോക്ടർമാരോട് 2.5 വയസ്സുകാരിയുടെ മുറിവ് പരിശോധിക്കാൻ സമിതി അധികൃതർ ആവശ്യപ്പെട്ടു. മുതിർന്നവരുടെ നഖം കൊണ്ടുള്ള പാടുകളാണെന്നാണ് ഡോക്ടർമാരും സ്ഥിരീകരിച്ചത്. തുടർന്ന് പോലീസിലും ജില്ലാ ബാലക്ഷേമ സമിതിയിലും വിവരം അറിയിക്കുകയായിരുന്നു. ചില ആയമാർ ഈ സംഭവം പുറത്തു പറയുമെന്ന് ഭയന്നിരുന്നു അധികൃതർ. അതുകൊണ്ട് മാത്രമാണ് കേസ് പോലീസിൽ എത്തിയത്. കുഞ്ഞിനെ തൈക്കാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ എത്തിച്ച് ആരോഗ്യ പരിശോധന നടത്തി. ആയമാർ ഉപദ്രവിച്ചെന്ന് ഉറപ്പായതോടെ ശിശുക്ഷേമ സമിതി അധികൃതർ മ്യൂസിയം പോലീസിൽ പരാതി നൽകി. ചൊവ്വാഴ്ച സമിതിയിലെത്തി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ ആയമാർക്ക് കുറ്റം സമ്മതിക്കേണ്ടി തന്നെ വരുന്നു. 2.5 വയസ്സുകാരിയെ പരിചരിക്കുന്നതിനായി കഴിഞ്ഞയാഴ്ച ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 7 ആയമാരെയും പിരിച്ചുവിട്ടതായി അരുൺ ഗോപി അറിയിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും മരിച്ചതിനെ തുടർന്ന് ആഴ്ചകൾക്ക് മുമ്പാണ് ഈ 2.5 വയസ്സുകാരിയും സഹോദരിയായ 5 വയസ്സുകാരിയും ശിശുക്ഷേമ സമിതിയിലെത്തിയത്. അക്രമം കാട്ടിയ 3 ആയമാരും രാഷ്ട്രീയ കരുത്തിൽ ജോലിക്കെത്തിയവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഭരണമായിരുന്നു ശിശുക്ഷേമ സമിതിയിൽ നടന്നിരുന്നതും. സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ, ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ, ശിശുക്ഷേമ സമിതി എന്നിവരോട് 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. ക്രഷ് ജീവനക്കാരി കുളിപ്പിച്ചപ്പോൾ കുഞ്ഞ് നിലവിളിച്ചു. ഇവരാണ് മുറിവുകൾ കണ്ടത്. ശനിയാഴ്ച ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഉപദ്രവം ബോധ്യമായത്. തൈക്കാടുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ പിന്നീട് കുട്ടിയെ പ്രവേശിപ്പിച്ചു. നഖം കൊണ്ടുള്ള മുറിവാണെന്നും മനഃപൂർവ്വമുള്ള ഉപദ്രവമാണെന്നും സ്ഥിരീകരിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിക്കുകയും ചെയ്തു. 5 വർഷമായി ദിവസവേതനത്തിന് ജോലി ചെയ്യുന്നവരാണ് ഈ ആയമാർ. ദിവസവേതനത്തിനെത്തിയ ഈ ആയമാരാണ് കണ്ണീച്ചോരയില്ലാത്ത ഈ പ്രവൃത്തി രാഷ്ട്രീയ കരുത്തിൽ CPMന്റെ കരുത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.
സ്വന്തം കുട്ടികളെയൊക്കെ ആണെങ്കിൽ ഇവർ ഇത്തരത്തിൽ ചെയ്യുമോ? ഇവരുടെയൊക്കെ മനസ്സ് എത്രത്തോളം ക്രൂരമാണെന്നുള്ളത് ഈ പ്രവൃത്തിയിലൂടെ തന്നെ മനസ്സിലാക്കാം. സത്യത്തിൽ ചോദിക്കേണ്ടി വരുന്നത്, ഇവളൊക്കെ ഒരു സ്ത്രീയാണോ? ഇവളൊക്കെ എന്ത് തരത്തിലുള്ള സ്ത്രീകളാണ്? ഇവരെയൊക്കെ രാഷ്ട്രീയ കരത്തിൽ തീറ്റിപ്പോറ്റുന്ന ഈ പാർട്ടിക്കാർക്ക് യാതൊരു തരത്തിലുമുള്ള നാണവും ഉളുപ്പുമില്ലേ? ഇതിപ്പോൾ ആദ്യമായിട്ടല്ലെന്ന് പറയുന്നു. ഇതിനു മുമ്പ് ഇതേ കാര്യം ഇവർ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടി എന്തിന് ഇവർക്ക് ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റണം? ആരോഗ്യമന്ത്രിയുടെ കണ്ണിൽ ഇതൊന്നും പെടുന്നില്ലേ? അതോ CPM-കാരായതുകൊണ്ട് ആരോഗ്യമന്ത്രിയും കണ്ണടയ്ക്കുകയാണോ? എന്തായാലും ഇവളൊക്കെ സ്ത്രീകളാണോ എന്നുള്ള ചോദ്യം വീണ്ടും പൊതുജനം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നന്ദി.